പച്ചക്കറി കാണാനോ? അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ ആയിട്ടുണ്ട്. ഇത് വഴുതനങ്ങയാണ്. വഴുതനങ്ങ 2-3 വഴുതനങ്ങ ആയിട്ടുണ്ട്. പറിക്കാനായി. അതിലൊന്നും നല്ലോണം വലുതായിട്ടുണ്ട്. ബാക്കി 2 കുറച്ച് ചെറുതാണ്. അവിടെ പറിക്കാണ്ട് വെച്ചിട്ടാണുള്ളത്. പിന്നെയും കുറച്ച് തൈകൾ വേറെ ഉണ്ട് വഴുതനങ്ങൻ്റെ. പക്ഷേ ഇതൊക്കെ പുഴുവൊക്കെ വന്നിട്ട് മോശമായി പോകുന്നു. ഇത് ഉണ്ടപ്പറങ്കിയാണ്. പച്ചമുളക് നമ്മൾ കടയിൽ നിന്ന് വിത്ത് ഉണങ്ങിയ മുളക് എല്ലാം വിത്താക്കിയിട്ട് പൊടിപ്പിച്ചെടുക്കുന്ന തൈകളാണ്. ഇത് വെണ്ണയാണ്. ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇത് നമ്മൾ ആഫ്രിക്കൻ മല്ലിയാണ്. ആഫ്രിക്കൻ മല്ലിയുടെ തൈ മുകളിൽ ചാക്കിൽ നട്ടു. അപ്പോൾ അതിൻ്റെ വിത്ത് വീണിട്ട് താലിങ്ങനെ മഴക്ക് പൊടിച്ചതാണ്. നല്ല മണമാണ്. നമ്മൾ മസാലക്കറിയും ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഇടാറുണ്ട്. ഇതൊരു മുളക് തൈ വെച്ച പാക്കറ്റായിരുന്നു. അതിൽ തക്കാളി ചീഞ്ഞ തക്കാളിയൊക്കെ ഇട്ടിട്ട് തക്കാളി മുളച്ചതാണ്. ഇത് നമ്മളെ വെണ്ടയിൽ പൂവൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ വഴുതന തൈയാണ്. ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു പയർ മുളച്ചിട്ടുണ്ട് വന്നിട്ട്. ഇതൊക്കെ വെണ്ടത്തൈയാണ്. ഇതൊക്കെ മുളച്ചിട്ട് അത്രേ ആയുള്ളൂ, നട്ടത്രേ ആയുള്ളൂ, മുളച്ച് വരുന്നതേ ഉള്ളൂ. ഇത് കുറ്റിപ്പയറിൻ്റെ തൈകളാണ്. ഇതൊക്കെ മുളക്കുമെന്നറിയാതെ വെറുതെ ഇട്ട് കൊടുത്തതാണ്. പക്ഷെ മുളച്ചിട്ടുണ്ട്. ഇത് ഒരു വെണ്ടത്തൈയാണ്. ചെറിയ വെണ്ടക്കൊക്കെ ആയി വരുന്നുണ്ട്. ഇത് താലോലിങ്ങയുടെ തൈയാണ്. ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 2 വെള്ളരിക്കേണ്ട ഒരു മൂടുണ്ട്. അതിൽ പൂവൊക്കെ ആയി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചീരയാണ്. ചീര നമ്മൾ ഒരുപാട് വിത്ത് ഒരുമിച്ച് ഇട്ടുപോയി. അതുകൊണ്ട് ഭയങ്കര തിക്നെസ്സിലാണ് വളർന്നു വരുന്നത്. വെള്ളമൊക്കെ ഒഴിക്കുമ്പം മണ്ണൊക്കെ സൈഡിൽ നിന്നൊക്കെ വന്ന് അടിഞ്ഞിട്ടൊക്കെ അതിങ്ങനെ ഒരുപാട് തൈകളൊക്കെ മണ്ണിൻ്റെ അടിയിലായി പോയിട്ടുണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്തടുത്ത് വളരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഭയങ്കര തിക്കായിട്ടാണ് വളരുന്നത്. ഇത് പൊരിച്ച് നട്ടാൽ ചിലപ്പോൾ അത് നന്നാവില്ലേമോ എന്ന് വിചാരിച്ചിട്ടാണ് അത് പൊരിക്കാതെ വെക്കുന്നത്. പക്ഷെ നല്ല ഇലയാണ്, പുഴുവൊന്നും ഇല്ലാത്ത. ഇത് ഒരു വെള്ളരിയാണ്. ഇത് തനത്താൻ പൊടിച്ചത് മുളച്ച് വന്നതാണ്. അതിലൊരു ചെറിയൊരു വെള്ളരിക്കയുണ്ട്. നമ്മളിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇത് നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്തൊരു തൈയായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ വാഴയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. മുറ്റത്തൊക്കെ ഓരോരോ വാഴ വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള ഒരു ചീരയാണ്. ഇതും പറിക്കാനായി, കുറച്ചേ ഉള്ളൂ. പിന്നെ വരുന്നത് മുളക് തൈയാണ്. ഒരുപാട് മുളക് തൈ ഉണ്ട് നട്ടിട്ട്. അതൊക്കെ നമ്മൾ ഉണങ്ങിയ മുളക് എടുത്ത് കടയിൽ മുളക് എടുത്ത് വെച്ചിട്ട് വിത്താക്കി വെച്ചതാണ്. അതിൽ നിറയെ മുളക് പറിക്കാനായി. നല്ലോണം മൂത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ പറിച്ച് വെക്കണം. ഒരുപാട് ചാക്കിൽ തൈ നട്ടിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ മോശമായി പോയി. ഇപ്പോൾ കുറച്ചൊക്കെ ആയി വരുന്നുണ്ട്. ഇതിനൊക്കെ നല്ലോണം മുളകുണ്ട്. കുറേ തൈകളൊക്കെ പുഴു വന്നിട്ടും കേട് വന്നിട്ടൊക്കെ പോയി. കുറച്ച് തൈകളെ ബാക്കിയുള്ളൂ. അതാണ് ഈ കാണുന്നത്. നല്ല തൈകളാണെല്ലാം. നല്ല മുളകാണ്. നമ്മൾ ചാണകവും വെണ്ണീരൊക്കെ ഇട്ട് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇംഗ്ലീഷ് വളം ഇട്ട് കൊടുക്കാറില്ല. ഇത് ക്യാബേജോ കോളിഫ്ലവറോ ഏതോ ഒന്നാണ്. എനിക്കറിയില്ല സംഭവം എന്നാണെന്ന്. ഇതൊക്കെ രാവിലെ നല്ല ഉഷാറുണ്ടാകും. ഇത് ഉച്ചയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ വാടിപ്പോയിട്ട് കാണുന്നത്. രാവിലെ നല്ല എനർജി ആയിട്ട് എണീച്ച് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും അത് വാട്ടം വന്നു. പിന്നെ വൈകുന്നേരം വെള്ളം അടിച്ച് കൊടുക്കുമ്പോൾ നല്ല ഉഷാറോടെ ഉണ്ടാവുമല്ലോ. ഇത് നമ്മളെ 2 വാഴക്കൊലകളാണ്. നേന്ത്രവാഴേൻ്റെ കൊലകളാണ്. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നമുക്ക് ഡെയിലി ഇതിനൊക്കെ നമ്മൾ വെള്ളമടിച്ച് കൊടുക്കും. പക്ഷെ ഉച്ച സമയമായതുകൊണ്ട് ഭയങ്കര വാട്ടം പിടിച്ചിട്ടുണ്ടല്ലേന്. ഇത് ചെറുനാരങ്ങയുടെ തൈയാണ്. ഇത് ചെറിയ പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഉഷാറായി വരുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ മൾബറിയാണ്. ഇത് ഞാൻ കൊത്തിക്കളഞ്ഞതാണ്. അതിന് ആയി വരുന്നുണ്ട്. ഇത് ആത്തച്ചക്കയുടെ തൈയാണ്. ഇതൊക്കെ നമ്മൾ നട്ടിട്ട് അത്രേ ആയുള്ളൂ. കുറച്ച് നാളെ ആയുള്ളൂ. അവിടെയൊക്കെ ഉണ്ട്. മൾബറി ഉണ്ട്, പേരയുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ വാഴ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചാമ്പക്ക തൈയാണ്. ഇതും പുഴു വന്നിട്ട് അതിൻ്റെ തളിരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ കണിക്കൊന്നയാണ്. അതിൻ്റെ ഇടയിലൊരു പേരയുണ്ട്. ഇതൊക്കെ ഉഷാറായി വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ പനിക്കൂർക്ക.
ഇത് നമ്മൾ റംബൂട്ടാൻ്റെ തൈയാണ്. നമ്മൾ റംബൂട്ടാൻ വാങ്ങിയിട്ട് അതിൽ കുരു നട്ട് നോക്കിയിട്ട് മുളപ്പിച്ച ഒരു റംബൂട്ടാൻ്റെ തൈയാണ്. ഉഷാറായി വരുന്നുണ്ട്, പക്ഷേ അത് ചെറിയൊരു വാട്ടമൊക്കെ വന്നു. വെയിലായതുകൊണ്ടാണെന്ന് അറിയില്ല. ഇതും ഒരു കണിക്കൊന്നയാണ് നമ്മൾ നട്ട. ഇതൊക്കെ അടുത്ത വർഷം പൂവിടുമായിരിക്കും. നട്ടിട്ട് എത്രയായാലും 6 മാസമേ ആയുള്ളൂ. വാഴയുണ്ട് അതിലിടക്ക്. നമ്മളിവിടെ വീട്ടിൽ കൂടിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ, 6-7 മാസമേ ആയുള്ളൂ. അപ്പം വീട്ടിൽ കൂടിയപാട് നട്ടതാണ്. പിന്നെ കുറച്ച് ചെത്തി, പൂക്കളൊക്കെ കുറവാണ്. ജമന്തി ചെത്തി 3-4-5 സൈസ് ചെത്തികളുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ വാഴ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ്, പക്ഷേ അതൊക്കെ വെയിലായതുകൊണ്ട് അതിൻ്റെ ഇലയൊക്കെ പോയിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ കാണുന്നത് പയറാണ്. നമ്മൾ ഏറ്റവും ഫസ്റ്റ് നട്ട പയറാണിത്. ഇതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ നടന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.